റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഡ്രൈവിംഗ് പരിശീലനത്തിലുള്ള ലേണേഴ്സ് ടെസ്റ്റിന്റെ ചോദ്യങ്ങൾ കഠിനമാക്കുന്നു. ഓപ്ഷനുകൾ 3-ൽ നിന്ന് 4 വർദ്ധിപ്പിക്കും. പരിഷ്കരണം അടുത്ത മാസം മുതൽ നിലവിൽ വരും. ഇപ്പോഴുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമെന്നുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് മാറ്റം വരുത്തുന്നത്. ഏഷ്യൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഏതായാലും ലേണേഴ്സും ഇനി കഠിനമാകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 3 ഓപ്ഷൻ തന്നെ എങ്ങനെയാണ് ഉത്തരവിടുന്നത് എന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്കേ അറിയൂ. അപ്പോഴാണ് ഓരോ ഓപ്ഷൻ കൂടി തരുന്നത്. ആകെ കൺഫ്യൂഷൻ ആകുമല്ലേ? വിനിത, തീർച്ചയായും സാധാരണയായി നമ്മൾ കേൾക്കുന്ന പതിവ് ഡയലോഗുകളിൽ ഒന്നാണ് വാഹനം ഓടിക്കുന്നവർക്ക് ലൈസൻസ് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ലൈസൻസ് ഉള്ള 90% ആളുകൾക്കും നേരെ വാഹനം ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ അറിയില്ല എന്നുള്ളത്. തുടർന്ന് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇത് എന്നുള്ളതാണ്. കാരണം ലൈസൻസിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഈ ലേണേഴ്സ് എന്നുള്ളത്. ഇനി മുതൽ ലേണേഴ്സ് എല്ലാവർക്കും പാസ്സാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 8ന്റെ പണി ലേണേഴ്സ് മുതൽ തുടങ്ങും എന്നുള്ളതാണ്. ഇനി മുതൽ സാധാരണയായി നമുക്ക് 20 ചോദ്യങ്ങൾ, അതിൽ 12 ഉത്തരങ്ങൾ ശരിയാക്കിയാൽ ലേണേഴ്സ് ലഭിക്കുന്നു, സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. തുടർന്ന് 1 മാസം കഴിഞ്ഞ് ടെസ്റ്റിന് വേണ്ടി പോകുന്നു. അങ്ങനെയായിരുന്നു ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. ആർക്കും എളുപ്പത്തിൽ ഈ ടെസ്റ്റുകൾ പാസ്സാവാനും കഴിയും. പക്ഷേ ഇനി മുതൽ അങ്ങനെ വേണ്ട. അല്പം വിയർത്ത് പഠിച്ചതിനു ശേഷം മാത്രം ലേണേഴ്സ് പാസ്സായാൽ മതി എന്നൊരു നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അടുത്ത മാസം മുതൽ ഇത് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ട്രാഫിക് നിയമങ്ങൾ സംബന്ധിച്ചും വാഹനങ്ങൾ സംബന്ധിച്ചുമുള്ള കടുകട്ടി ചോദ്യങ്ങളാകും ഇനി ഈ 20 ചോദ്യങ്ങൾ എന്നുള്ളതാണ്. അതിൽ 12 എണ്ണം ശരിയാക്കേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകാനാകൂ എന്നുള്ളത്. മാത്രമല്ല, ഒരു ആപ്പ് കൂടി മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും ഈ പരീക്ഷകൾ എങ്ങനെയായിരിക്കും, മോക്ക് പരീക്ഷ ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആപ്പാണ്. MVD ലീഡ്സ് എന്നാണ് ഈ ആപ്പിന്റെ പേരിട്ടിരിക്കുന്നത്. ഭാവിയിൽ ഈ ആപ്പിൽ വഴിയാകും ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റുകൾ നടത്തുക. ഈ ലേണേഴ്സ് ടെസ്റ്റുകൾ നടത്തിയ ശേഷം സർട്ടിഫിക്കറ്റ് വിതരണവും ഈ ആപ്പിലൂടെ നടത്താനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. ഏതായാലും ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നവർ ഒന്ന് കരുതിയിരിക്കൂ. ചോദ്യങ്ങൾ കഠിനമാക്കുകയാണ്. മാത്രമല്ല, ഓപ്ഷനുകൾ 3-ൽ നിന്ന് 4 വർദ്ധിപ്പിക്കും. ഒന്ന് കറക്കി മാത്രമേ ഉത്തരം എഴുതാവൂ, ആലോചിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ എന്നതാണ്. ഒപ്പം ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് കൂടിയാണ് ഏഷ്യൻ ഡിയാഗോ വിവരങ്ങൾ നൽകിയത്.